പാലക്കാട് മൂത്താൻതറ വ്യാസവിദ്യാപീഠത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ബോംബുകൾ കണ്ടെത്തിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. പ്രതികൾ ആരാണ് ബോംബുകൾ ആ സ്കൂളിനകത്ത് കൊണ്ടുവച്ചത്, എങ്ങനെ കൊണ്ടുവച്ചു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നതിനെക്കുറിച്ചൊന്നും പോലീസിന് വ്യക്തതയില്ല. പോലീസിന് പ്രതികളെക്കുറിച്ചുള്ള ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല എന്നതാണ് ഉറപ്പാകുന്നത്. RSS നിയന്ത്രണത്തിലുള്ളതാണ് സ്കൂള്. ഈ സ്കൂളിന്റെ ഗേറ്റിന് അകത്ത്, അതായത് കോമ്പൗണ്ടിന് അകത്ത് വെച്ചാണ് ബോംബുകൾ കണ്ടെത്തിയത്. പക്ഷേ FIR-ൽ പറയുന്നു അത് ഗേറ്റിന് പുറത്ത് വെച്ചാണ് കണ്ടെത്തിയത്. അപ്പോൾ അതിലും എന്തോ ഒരു ദുരൂഹതകൾ സംശയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ബോംബുകൾ കണ്ടെത്തിയതിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തമായിരുന്നു. CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും RSS-നെതിരെ അതിശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സ്കൂളിന്റെ അടുത്താണ് RSS കാര്യാലയം. അപ്പോൾ ഈ സ്കൂളിൽ മാത്രമല്ല, അവിടെ RSS കാര്യാലയം കൂടി റെയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിലപ്പുറമുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ നിന്ന് ലഭിക്കുമെന്നാണ് CPM ആരോപിക്കുന്നത്. കോൺഗ്രസും അതേ ആരോപണം ഉന്നയിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യമിട്ട് ക്രമസമാധാനം തകർക്കാനാണ് RSS ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസും ആരോപിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു വീണ്ടും RSS-ന്റെ പങ്ക് വ്യക്തമാക്കി രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ നമുക്കതിലൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. കാരണം പ്രതികളിലേക്ക് പോലീസിന് എത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് പാലക്കാട് കണ്ടെത്തിയ ബോംബുകൾക്ക് പിന്നിൽ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രമോദ് സാർ, എന്തുകൊണ്ടാണ് ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുന്നത്? അതിൽ ഒരു വ്യക്തത വന്നാൽ മാത്രമല്ലേ നമുക്ക് ഈ RSS പങ്കിനെക്കുറിച്ചും സംഘപരിവാർ പങ്കിനെക്കുറിച്ചും ഒക്കെ വ്യക്തമായി ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ? തീർച്ചയായിട്ടും അതെ. കാര്യം പോലീസ് തുടക്കം മുതൽ ഈ കേസിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം സംശയാസ്പദമാണ്. കാര്യം ദിവ്യ പറഞ്ഞ പോലെ തന്നെ അതിന് ഗേറ്റിനുള്ളിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നതിന് പകരം ഗേറ്റിനോട് ചേർന്ന് പുറത്തു നിന്ന് കിട്ടി എന്ന നിലയിൽ, അത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം CPM തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു വ്യാഖ്യാനവും അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പെഷ്യൽ എഡിഷനിൽ സംസാരിച്ചപ്പോൾ DYFIയുടെ ഒരു നേതാവ് അതങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റിനകത്തോ പുറത്തോ തുടങ്ങിയ വളരെ ടെക്നിക്കലായിട്ട് മാത്രമുള്ള ഒരു കാര്യത്തിൽ നിന്ന് അങ്ങനെ ഒരു വാചകം ഒരുപക്ഷെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാകും. FIR-ൽ അതാണ് കാണുന്നത് എന്നതാണ്. അതുമാത്രമല്ല, അതിന് പുറമേ അവിടെ നിന്ന് 4 ബോംബുകൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് പന്നിപ്പടക്കമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളോ അല്ല, കൃത്യമായി ഉണ്ടാക്കിയ വളരെ ക്രൂഡായിട്ടുള്ള നാടൻ ബോംബുകൾ തന്നെ, സ്റ്റീലും ഒക്കെ ഉണ്ടാക്കിയിട്ട് കണ്ണൂരൊക്കെ കിട്ടുന്ന പോലുള്ള അതുപോലുള്ള വളരെ നിർമ്മിതം പർപ്പസ്ഫുള്ളി ഒരു പർട്ടിക്കുലർ ലക്ഷ്യം വെച്ചുകൊണ്ട് നിർമ്മിച്ച സ്ഫോടക വസ്തുക്കളാണ് അല്ലെങ്കിൽ ബോംബുകളാണ്. ഇതാണ് അവിടെ നിന്ന് കണ്ടുകിട്ടിയത്. അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ് ദിവ്യ, ഒന്ന് ആലോചിക്കണം. അതീവ ഗുരുതരമായൊരു സ്കൂൾ കുട്ടികളുടെ അവർ കളിച്ച് നടക്കുന്ന അവരുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഇത് കൊണ്ടുവന്ന് സ്ഥാപിക്കുക, അത് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുക, അത് എന്നിട്ട് ആരുടെയെങ്കിലും തലയിലിടുക, അതുവഴി നാട്ടിലൊരു വളരെ എന്താ പറയുക വർഗീയ സംഘർഷം പോലും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുക. ഇത് RSS-നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ഈ വിഷയത്തിൽ സംശയിക്കുന്നത്? ഒന്ന്, അതിൻ്റെ മാനേജ്മെൻറ്റ് RSS-ആണ്. RSS-ൻ്റെ കീഴിലുള്ള ആ ഒരു പേരിലുള്ള സ്കൂളാണ് വിദ്യാപീഠം, വ്യാസവിദ്യാപീഠം. അതെ, വടക്കന്തറ വിദ്യാപീഠം. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്കൂൾ മാത്രമല്ല, ആ പ്രദേശത്ത് തന്നെ അവരുടെ സ്വാധീനം വളരെയധികമാണ്. ആ ഭാഗത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കോ മറ്റൊരു പ്രസ്ഥാനത്തിനോ കടന്നു കയറാൻ പറ്റാത്ത വിധത്തിൽ വളരെ ഒരു RSS കോട്ട എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഈ മൂത്താന്തറ അല്ലെങ്കിൽ വടക്കന്തറ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ സാധാരണ നിലയിൽ കോൺഗ്രസ് ഒക്കെ പറയുന്നത് അവരുടെ ബൂത്ത് ഏജൻറ്റുമാർക്ക് പോലും അല്ലെങ്കിൽ CPM-ൻ്റെ ബൂത്ത് ഏജൻറ്റുമാർക്ക് പോലും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാറില്ല എന്നുള്ള അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അവിടേക്ക് ഇത്രയും ബോംബുകൾ, ഈ പൊട്ടിയ ഒന്ന് മാത്രമല്ല, പൊട്ടാത്ത 3-4 ബോംബുകളും ഒക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഏതോ തരത്തിൽ അവരുടെ ഒരു സഹായമില്ലാതെ, ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു സഹായമില്ലാതെ അങ്ങനെ ഒരു സാധനം നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് RSS-നെ ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത്. അതിനെ നിഷേധിക്കാൻ കഴിയുന്ന ഒന്നും അവിടെ നിന്ന് അവർക്ക് പറയാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഗുരുതരമായ ഈ ഒരു കാര്യം, അത് വിദ്യാഭ്യാസ വകുപ്പ് ഒരുപക്ഷെ കാര്യമായി എടുത്ത് ആ സ്കൂളിൻ്റെ അംഗീകാരം റദ്ദാക്കി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ RSS തന്നെയാണ്, ഒരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കെ പോലീസിന് പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ കഴിയുന്നില്ല. പോലീസ് ആ വഴിക്ക് അന്വേഷിച്ചിടത്തോളം കാര്യങ്ങളിൽ പോലീസിന് ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുകയാണ്. ഇതാര് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു എന്ന കാര്യത്തിൽ ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുകയാണ്. അത് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആരാണത് കണ്ടുപിടിക്കുക?
നമ്മൾ ആലോചിക്കണം, ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ആ പ്രദേശത്തുണ്ടായിട്ടും അതിൽ ഉത്തരവാദപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പോലീസാണിത്? ഒന്നാമത് പോലീസിൻ്റെ എഫിഷ്യൻസി സംബന്ധിച്ച ചോദ്യം തന്നെ ഉയർത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് തുടക്കത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത് ഉണ്ടാകുന്നത്. രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉയർന്നു വരുന്ന ഒരു സമയത്ത് തന്നെയാണ്. അവിടുത്തെ MLA കൂടിയാണല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഇത് രണ്ടും കൂടി ക്ലാഷ് ആവുന്നു, ഈ രണ്ട് വാർത്തയും കൂടി ക്ലാഷ് ആവുന്നു. യഥാർത്ഥത്തിൽ പിന്നെ ഈ ബോംബ് പൊട്ടിയതിന് ലഭിക്കേണ്ട വാർത്താ പ്രാധാന്യം പോലും ലഭിക്കാതെ പോകുന്നു. അതുകൂടാതെ BJP അന്നേരം തന്നെ പിന്നെ രാഹുലിൻ്റെ വിഷയത്തിൽ മാർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നു. അവർ ഇമ്മീഡിയറ്റ്ലി, അതാണ് ഇന്ന് CPM-ൻ്റെ നേതാവ് പറഞ്ഞത്, ഇമ്മീഡിയറ്റ്ലി അതിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം അവർ നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെ അത് ഓരോ തവണയും ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പിന്നെ പ്രൊട്ടസ്റ്റ് വരും എന്ന് കാണുന്ന സമയത്ത് മുഴുവൻ അവർ മറ്റൊരു വിധത്തിൽ പിന്നെ വാർത്ത തിരിച്ചുവിടാനുള്ള രീതിയിലേക്ക് പുതിയ ഏതാണ്ടൊക്കെ തരത്തിലുള്ള കോഴിയെ കൊണ്ട് പിന്നെ സമരം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ബോധപൂർവമായി അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്നൊരു സംഗതിയിലേക്ക് പോകുന്നുണ്ട്. ഇനി ഇതിനൊപ്പം നിൽക്കുകയാണോ പിന്നെ CPM ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോലീസ് ചെയ്യേണ്ടത്? പോലീസ് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ വിടാതെ പിടിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ടല്ലോ, അത് പോലീസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് നമുക്ക് ഇനിയും സംശയാസ്പദമായി നിൽക്കുന്ന ഒരു കാര്യം. ആഭ്യന്തര വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ പോലീസിൻ്റെ തലപ്പത്ത് നിന്ന് എന്തുകൊണ്ട് ഇത് ശക്തമായി അന്വേഷിക്കണമെന്ന ഒരു നിർബന്ധം വരുന്നില്ല. ശക്തമായി അന്വേഷിക്കുകയും ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു കുട്ടിക്കാണ്, 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് പരിക്കേറ്റിരിക്കുകയാണ്, അതിൻ്റെ ആ കുട്ടിയുടെ അമ്മയ്ക്കും പരിക്കേറ്റിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടും ഇതിൻ്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇറ്റ്സ് എ ഫെയിലിയർ എന്ന് വെച്ചാൽ ടോട്ടൽ ഫെയിലിയറാണ് ആ കാര്യത്തിൽ. ഒരു സംശയം, ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ വന്നാലും തരക്കേടില്ല, എന്നാലും ഇവരോടൊന്ന് ഇവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ വലിയ പ്രശ്നമാക്കി മാറ്റേണ്ട എന്നൊരു തോന്നൽ ഭരണ സംവിധാനത്തിനകത്തുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഒരു സംശയമില്ല. ഇനി കോൺഗ്രസിന് ഇതിന് ഫലപ്രദമായി നേരിടാൻ കഴിയുന്നുണ്ടോ? അതും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? MLA തന്നെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യധാരാ ചാനലുകളിൽ തന്നെ ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസം ഏറ്റവും ചർച്ചയ്ക്ക് എടുത്തത് മീഡിയ വൺ മാത്രമാണ്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ചർച്ച ചെയ്ത് മീഡിയ വണ്ണാണ്. സമാനമായി മറ്റൊരു ചാനലുകൾക്കും അത് ചർച്ച ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇതിനെ പിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ആർക്കാണ് അത് ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ള അറിയില്ല. ഈ നിലയിൽ അത് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വിചാരിക്കുന്നത് മീഡിയ വണ്ണെങ്കിലും അത് തീർത്തും അത് കംപ്ലീറ്റ്ലി അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരു സ്കൂളിനകത്ത് അതായത് അൺഎയ്ഡഡ് സ്കൂളാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നടത്തപ്പെടുന്ന സ്കൂളാവട്ടെ, കുട്ടികളുടെ സുരക്ഷ, അതിലുപരി ആ നാടിൻ്റെ തന്നെ സുരക്ഷ ഒക്കെ തന്നെ കണക്കിലെടുത്ത് വളരെ കർശനമായി നീങ്ങിയേ മതിയാവൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. യെസ്, അജംസ്, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയൊക്കെ തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ പോലീസിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം ക്രമസമാധാനം തകർക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാലക്കാട് വളരെ കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൗണാണ്. ദിവ്യയ്ക്ക് ഓർമ്മയുണ്ടോ? ഏതാനും വർഷം മുമ്പാണ് അവിടെ ഒരു ഇരട്ട കൊലപാതകം നടന്നത്. RSSും SDPIയും പരസ്പരം ഏറ്റുമുട്ടി കൊന്ന സംഭവം ഓർമ്മയുണ്ട്. അത് ഇതിന് പരിസരത്താണെന്ന് അല്ല, പരിസരം എന്നല്ല, എന്നാലും ഈ പാലക്കാട് ടൗൺ കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതിപ്പോൾ സിറാജുന്നിസയുടെ ആ സംഭവം ഓർത്താലും ഈ പറയുന്ന ഇരട്ട കൊലപാതകം ഓർത്താലും അങ്ങനെയല്ല. ഈ കേരളത്തിൻ്റെ ഒരു പൊതുവായ ധാരയിൽ നിൽക്കുന്നൊരു നഗരമല്ല പാലക്കാട്. പ്രത്യേകിച്ചും തമിഴ് കൾച്ചറും തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ടും വേറൊരു തരത്തിലുള്ളൊരു കമ്മ്യൂണൽ സെൻസിറ്റീവ്, പ്രത്യേകിച്ചും കോയമ്പത്തൂർ പോലെ ഒരു കമ്മ്യൂണൽ സെൻസിറ്റിവിറ്റിയുള്ള സ്ഥലം തന്നെയാണത്. അതിൽ നിന്നാണ് BJP അവിടെ ശക്തി പ്രാപിക്കുന്നത്. പാലക്കാട് BJP ശക്തി പ്രാപിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയും സെൻസിറ്റീവായൊരു സ്ഥലമായതുകൊണ്ടാണ് ഈ ബോംബ് കണ്ടെടുത്തത് ഒരു വിഷയമാകുന്നത്. അതേസമയം കണ്ണൂരൊക്കെ നമുക്ക് ദിവസം തോറും സ്റ്റീൽ ബോംബ് കിട്ടാറുണ്ട്. അതൊന്നും അത്ര പ്രശ്നമാവാറില്ല. പക്ഷേ എന്തുകൊണ്ട് പാലക്കാട് എന്ന് വെച്ചാൽ കണ്ണൂരിന് പുറത്ത് ഇങ്ങനൊരു സംഭവം വളരെ അപൂർവമാണ് എന്നുള്ളതുകൊണ്ടാണ്. കണ്ണൂരിൽ ഇത് സാധാരണ സംഭവമാണെങ്കിൽ കണ്ണൂരിന് പുറത്ത് ഇത് വളരെ അപൂർവമാണ്. അപ്പോൾ ന്യായമായും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംശയിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാലക്കാടിന് വേറൊരു പ്രത്യേകതയുണ്ട്. പാലക്കാട് നഗരസഭയിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി BJPയേക്കാൾ ലീഡ് നേടിയൊരു ഉപതെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. അതായത് അവർ ഭരിക്കുന്ന നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവരേക്കാൾ ലീഡ് നേടി. അത് അവരെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവരെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടത് അതിനു വേണ്ടിയാണ്. നഗരസഭയിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുക അവരേക്കാൾ ലീഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയെന്നുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ നഗരസഭ പിടിച്ചെടുക്കുക, അവർക്ക് നിലനിർത്തണം എന്നുള്ള അവരുടെ ഒരു ഉടൻ അജണ്ടയാണ്. ആ ഉടൻ അജണ്ടയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുമോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസും CPMും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇന്ന് EN സുരേഷ് ബാബുവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു, ജില്ലാ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഈ വിഷയം കൺസിസ്റ്റൻ്റായിട്ട് ഉയർത്തുകയാണ്. CPM അത് കൺസിസ്റ്റൻ്റായിട്ട് ഉയർത്തുന്നുണ്ട്.
DYFI അതിനെതിരെ മാർച്ച് നടത്തിയിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർത്തുമ്പോൾ അദ്ദേഹം പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അതിൽ ഒന്നാമത്തെ കാര്യം, പോലീസ് ആണ് ആദ്യമായി ഇത് പന്നിപ്പടക്കമാണെന്ന് പറഞ്ഞത്. സംസ്ഥാന സർക്കാർ CPM ഭരിക്കുമ്പോൾ പോലീസ് എങ്ങനെയാണ് ഇത് പന്നിപ്പടക്കമാണ് എന്ന തെറ്റായ പ്രചാരണം തുടക്കത്തിൽ അഴിച്ചുവിട്ടത് എങ്ങനെയാണ്? പിന്നീട് അത് ക്രൂഡ് ബോംബാണെന്ന് തെളിഞ്ഞു. ഒരു ക്രൂഡ് ബോംബാണ്, ആ കൊല്ലാൻ സ്റ്റേഷനുള്ള ബോംബാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹം പറയുന്നത് ബോംബ് ഏതാണെന്നുള്ളതല്ലല്ലോ, അതിപ്പോൾ പന്നിപ്പടക്കാണെങ്കിലും ആളുകൾ മരിക്കില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് പോലീസിനെ അദ്ദേഹത്തിന് ന്യായീകരിക്കാനും പറ്റുന്നില്ല, തള്ളി പറയാനും പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഒരു RSSകാരനെ പോലും ചോദ്യം ചെയ്യുന്നില്ല അതുവരെ? ഇത് RSSൻ്റെ ബോംബാണ് എന്നുള്ളത് പ്രൈമ ഫാസി, അത് അവരുടെ പ്രിമൈസസിൽ നിന്ന് കിട്ടിയ ബോംബാണ്. എന്നിട്ട് ഇതുവരെ ഒരു ഈ FIR ശ്രദ്ധിച്ചിട്ടുണ്ട്. FIR ഇട്ടത് ആരുടെ പരാതിയില്ല, ആരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ്? ആ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൻ്റെ FISലാണ് FIR ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പോലീസ് കേസ് തുടക്കത്തിൽ അട്ടിമറിക്കുകയാണ്. അങ്ങനെയാണ് ഒരു കുട്ടി ഒരു ബോംബ് കിട്ടി കൊണ്ടുപോയി കളിക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നു. ഇതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ എടുക്കേണ്ടത്? പോലീസ് ആരുടെ എടുക്കേണ്ടത്? അവിടെ നടക്കുന്ന ഒഫൻസ് എന്താണ്? എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം അവിടെ നടക്കുന്ന ഒഫൻസ് എന്താണ്? ബോംബ് പൊട്ടി ഒരു കുട്ടിക്കും ഒരു വൃദ്ധയ്ക്കും പരിക്കേറ്റു. അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ എടുക്കേണ്ടത്? സ്കൂൾ സ്റ്റാഫിൻ്റെയാണോ? ആ കുട്ടിയുടെയോ ആ പരിക്കേറ്റവരുടെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെയാണ് ഫസ്റ്റ് FIS വേണ്ടത്. അവരുടെ പരാതിയിലാണ് FIR എടുക്കേണ്ടത്. ഇത് സ്കൂളിൻ്റെ എങ്ങനെയാണ്? സ്കൂളിൻ്റെ പ്രിമൈസസിൽ നിന്നേ അല്ല, പുറത്തുനിന്നാണ് ബോംബ് കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഇതിന് സ്കൂളായിട്ട് എന്താ ബന്ധം? സ്കൂളിന് എന്തിനാണ് ഇക്കാര്യത്തിൽ പരാതി? ആ കുട്ടിയെ സ്കൂളിൽ പഠിക്കുന്ന ആളുപോലല്ല, വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരു കേസ് എങ്ങനെയാണ് തുടക്കത്തിലെ അട്ടിമറിക്കുക എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് പാലക്കാട് നമ്മൾ കണ്ട സംഭവം. ആ FIR തന്നെ അതിന് ഉദാഹരണമാണ്. ഇനി സുരേഷ് ബാബുവിൻ്റെ വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് പോലീസ് ഇത്രയും ദിവസമായിട്ടും ഒരു ക്ലൂ കിട്ടാതെ ആരുടെ ബോംബാണെന്ന് പറയാത്തതാണ്? അത് പോലീസിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ അത് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവർ കണ്ടുപിടിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ആളെ കിട്ടില്ലല്ലോ. AKG സെൻറ്റർ ആക്കണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങളാണെന്ന് പറഞ്ഞില്ല, പിന്നെ ആളെ കിട്ടിയില്ല, അതുപോലെ ഇത് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇൻറ്റഗ്രിറ്റി, ആ ചോദ്യം ചെയ്യാനുള്ള ആത്മാർത്ഥതയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പോലീസിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാവണമായിരുന്നു. ഈ തുടക്കത്തിൽ ഇത് പന്നിപ്പടക്കമാണ് എന്ന് പ്രചരിപ്പിച്ചു മുതൽ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാണമായിരുന്നു. ഓക്കെ, ഇനി ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ബോംബ് പൊട്ടുന്ന സംഭവം നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശബ്ദ സന്ദേശം വരുന്നതിന് തൊട്ട് തലേദിവസമാണ്. തൊട്ട് തലേദിവസം ഈ സംഭവം ഉണ്ടായിരുന്നു, പന്നിപ്പടക്കം സംഭവം ഇതൊക്കെ വരുന്നു. പിറ്റേ ദിവസം നമ്മൾ ആദ്യം വാർത്ത ഇങ്ങനെ സ്കൂളിൽ ബോംബ് പൊട്ടി എന്നുള്ള വാർത്ത വരുന്നു. അത് ബോംബാണെന്ന് തെളിഞ്ഞു. ഫോറൻസിക് പരിശോധനയിൽ അത് ക്രൂഡ് ബോംബാണെന്ന് തെളിഞ്ഞു എന്ന വാർത്ത വരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഈ ശബ്ദ സന്ദേശം വരികയാണ്. ഇതിൽ നിങ്ങൾക്കൊരു അസ്വാഭാവികതയും തോന്നുന്നില്ലേ? അതിൽ അസ്വാഭാവികത ഉണ്ടാവാൻ കാരണം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിന് BJPയുമായിട്ട് ബന്ധമുണ്ട്, ഏതൊക്കെയോ തരങ്ങളിൽ ബന്ധമുണ്ട്. ആ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ ആ ശബ്ദ സന്ദേശത്തിൻ്റെ അതുവരെയുള്ള കസ്റ്റോഡിയൻ RSSും BJPയുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു. അതിനുശേഷം അവരത് മറ്റൊരു ടീമിന് കൈമാറിയാണ് അത് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ക്രോണോളജി സംശയിക്കാൻ കാരണം മറ്റു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ജൂലൈ അവസാന വാരം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് CPMൻ്റെ ചില സൈബർ ഹാൻഡിലുകൾ പേര് പറയാതെ തന്നെ ഈ പോസ്റ്റ് ഇടുകയും അതിൻ്റെ അടിയിൽ ആളുകൾ വന്ന് ഇത് മറ്റേ ആളല്ലേ എന്ന് പറയുകയും ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ വളരെ രൂക്ഷമായി ചർച്ച ചെയ്യപ്പെടുന്നു. എല്ലാവർക്കും ഇടയിലും അറിയാം ഏതെങ്കിലും ഒരു സംഭവമുണ്ട്. അപ്പോൾ പലരും എന്നെ ഇയാൾ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുകയാണ്. മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ 1-2 പേർ ഈ കോൺഗ്രസ് നേതൃത്വത്തെ കണ്ട് പരാതി പറഞ്ഞ വിവരങ്ങളും എല്ലാവർക്കും അറിയാം. ഇതൊരു ടോക്ക് ഓഫ് ദി ടൗൺ ആണ്. എന്നിട്ട് എന്തുകൊണ്ട് അന്ന് മാത്രം ഈ ശബ്ദ സന്ദേശം പുറത്തു വരുന്നു? ഈ ബോംബ് പൊട്ടി അന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലേറ്റവും കൂടുതൽ ഈ അന്നത്തെ ദിവസവും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? യുവമോർച്ചയാണ്, മഹിളാ മോർച്ചയാണ്. വേറെ ഏതെങ്കിലും വിഷയത്തിൽ, കേരളത്തിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ BJP ഇത്രയും ശക്തമായ സമരം കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം. ഈ കാര്യത്തിൽ ഈ മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അതായത് മാധ്യമങ്ങൾക്ക് വാർത്തയാണ് വേണ്ടത്, അവർക്കുള്ള വാർത്ത കൊടുക്കുക, വാർത്ത സപ്ലൈ ചെയ്യുക എന്നുള്ളത് മീഡിയ മാനേജ്മെൻറ്റിലെ അത് എല്ലാ സർക്കാരുകളും വ്യത്യസ്ത തലങ്ങൾ ചെയ്യും. ഇപ്പോൾ സർക്കാരിനെതിരെ ഒരു വലിയ സംഭവം വരാൻ പോവാണ്, സർക്കാർ തന്നെ സംശയിക്കുകയാണ്. സർക്കാർ എന്ത് ചെയ്യുന്ന അറിയോ? അതിനും കുറച്ചുകൂടി തീവ്രതയുള്ള എന്നാൽ തങ്ങൾക്ക് നിരുപദ്രവകരമായ വേറൊരു സാധനം കിട്ടുകൊടുക്കും. ഇത് ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനപ്പെട്ട പണികളിലൊന്നാണിത്. നിങ്ങൾക്ക് വേണ്ട വാർത്ത ഞങ്ങൾ തരും, അപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകെ പൊക്കോളൂ. ഇത് തന്നെയാണ്, ഇതാണ് മീഡിയ മാനേജ്മെൻറ്റിലെ ഒരു പ്രധാന പാഠം. അത്
ഇവിടെ BJP നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, എന്തായാലും അങ്ങനെ ഒരുപാട് ദുരൂഹതകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. എന്തായാലും കേസ് തുടക്കം മുതൽ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന സംശയം കൂടി ബലപ്പെടുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികളിലേക്ക് എത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ക്രമസമാധാനം തകർക്കുകയാണ് ചിലർ ലക്ഷ്യമിടുന്നതെങ്കിൽ അതിൽ ബലിയാടാകാൻ പോകുന്നത് നമ്മുടെ കുട്ടികളാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്.